Hello friends, welcome to my channel. My name is Jajan Sensi. ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അത്രയും വേഗം നമ്മുടെ ടോപ്പിക്കിൽ കിടക്കാം. ഇന്നത്തെ എൻ്റെ വിഷയം, നമ്മളിൽ പല വ്യക്തികളും അല്ലെങ്കിൽ ഭൂരിഭാഗം എല്ലാ വ്യക്തികളും അഭിമുഖീകരിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് മറ്റുള്ളവരെ മുന്നിൽ വെച്ചുകൊണ്ട് തരം താഴ്ത്തുന്ന രീതി അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലാത്ത പോലെ ആക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. ഞാൻ ഉൾപ്പെടെ പല വ്യക്തികളും ഇത് പല സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന വ്യക്തികൾ അവരും ചിലപ്പോൾ തമാശ രൂപയിൽ നിൽപ്പതായിരിക്കാം. പക്ഷേ ഇത് ചെന്ന് കൊള്ളുന്ന വ്യക്തിക്ക് ചിലപ്പോൾ അത് അത്രയ്ക്ക് സുഖകരമോ സന്തോഷകരമായ കാര്യമാവണമെന്നില്ല. പക്ഷെ ആ വ്യക്തി അവിടെ പ്രകടിപ്പിക്കണമെന്നില്ല. ചിലപ്പോൾ ചില വ്യക്തികൾ അവിടെ അത് ഓവർ റിയാക്ട് ചെയ്യണതും കണ്ടിട്ടുണ്ട്. എന്താണ് അടിസ്ഥാനമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് നമ്മൾ ഒരു പരിഹാസ പാത്രമായി മാറുമ്പോൾ ആ പരിഹസിക്കുന്ന ആ വ്യക്തിക്ക് കിട്ടുന്ന സന്തോഷം, അല്ലെങ്കിൽ ആള് എന്തോ നിന്ന് ഒരു കാര്യം അച്ചീവ് ചെയ്തെന്നൊരു തോന്നലാണ് ആൾക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് നോക്കുന്നത്. പക്ഷെ ആ വ്യക്തി എല്ലാവരിടത്തും ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുമില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തിയായ ഭാഗം. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുഴ ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് താഴ്ന്ന പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഒഴുക്കുള്ള സ്ഥലത്തേക്കാണ് നീങ്ങി പോകുന്നത്. അത് താഴ്ന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഉയരമുള്ള സ്ഥലത്തേക്ക് അത് ഒഴുകുന്നില്ല. അതാണ് ഇതിൻ്റെ അകത്തൊരു സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് ഈ വ്യക്തി യഥാർത്ഥത്തിൽ താഴ്ന്നു നിൽക്കുന്ന വ്യക്തിയല്ല, പക്ഷെ ആദ്യം ആ എളിമ അല്ലെങ്കിൽ ആ ഒരു മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ഒരു കഴിവ് സ്വായത്തമാക്കിയത് കൊണ്ട് എല്ലാം ഒതുങ്ങി ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ പരിഹസിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന അല്ലെങ്കിൽ ഇവനെ അടിച്ചമർത്താൻ നോക്കുന്ന വ്യക്തി അത് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും പരിഹസിച്ച് ഇവനെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയാക്കി മാറ്റാൻ നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് ആ ഒരു പരിഹസിക്കുന്ന വ്യക്തിക്ക് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല. മറ്റുള്ള ഈ പരിഹാസം കേൾക്കുന്ന മറ്റുള്ള വ്യക്തികൾ മുന്നിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ഒരു താഴ്ന്ന അല്ലെങ്കിൽ ഒരു ബാഡ് ഇമേജുള്ള വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും മറ്റുള്ളവരെ മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്, അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഉള്ള വരത്തിൽ. ഇനി മറ്റുള്ളവരെന്തെങ്കിലും വിഷമകരമായി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും വേണമെന്ന് ഞാൻ ഈ സമയത്ത് ഞങ്ങളടുത്ത് പറയുന്നു. കാരണം നമ്മളുടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചിലപ്പോൾ ആ ചെന്ന് കേൾക്കുന്ന വ്യക്തിയിൽ ചിലപ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും. പക്ഷെ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് നല്ലത് സംസാരിക്കാനും നിങ്ങളത് പരിശീലിക്കണം. എന്നാൽ മാത്രമേ ഈ സമൂഹത്തെ ഒരു വിലയും നിലയും നിങ്ങൾക്കുണ്ടാവുള്ളൂ. ഒരുപാട് കാശോ പണമോ സ്വത്തോ സമ്പാദ്യമോ അല്ല, മറ്റുള്ളവരെ തിരിച്ചറിയാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള വലിയൊരു കഴിവ് അല്ലെങ്കിൽ വലിയൊരു നേട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ നിർത്തുന്നു. ഇറ്റ്സ് എൻ ഓഫ്